അപ്പം നിങ്ങളിന്ന് വിചാരിക്കും ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. നമ്മൾ നാട്ടിയാൽ പൊങ്കാല ഇടാൻ പോവുകയാണ് കൂട്ടുകാരെ. രാവിലെ 3:30-ക്ക്. കൂട്ടുകാരെ നമ്മുടെ ബാക്കിൽ കണ്ടോ എന്ത് നല്ല കളർ ലൈറ്റാണ് കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കിതുപോലെ നൈറ്റ് ഡ്രൈവിനൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാറ്റടിച്ച് ഉറക്കം വന്നിരിക്കായിരുന്നു കൂട്ടുകാരെ. അപ്പം അമ്മ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ ഒന്ന് പിണങ്ങി. അതാണ് കൂട്ടുകാരെ എൻ്റെ മുഖത്ത് ഈ എക്സ്പ്രഷൻ. ഹായ് കൂട്ടുകാരെ, നമ്മളിവിടെ കിഴക്കേക്കോട്ട ചാലക്കകത്താണ് പൊങ്കാല ഇടാനിരിക്കുന്നത്. നമ്മുടെ അമ്മമാരൊക്കെ ഇവിടെ പൊങ്കാല ഇടാനുള്ള തയ്യാറെടുപ്പിലാണ്. കണ്ടോ കൂട്ടുകാരെ, അമ്മതാ ഇവിടെ ദേവിയുടെ പ്രധാന വഴിപാടായ മണ്ടപ്പുറ്റ് തയ്യാറാക്കുകയാണ്. അതിന് കണ്ണുമുക്കം വയ്ക്കുന്നതൊക്കെ കണ്ടോ? എത്ര പേരാണ് കാത്തിരിക്കുന്നത്. അപ്പം ഇവിടെ രാവിലെ അന്നദാനം തുടങ്ങിയിട്ടുണ്ട് കൂട്ടുകാരെ. ഇവിടുത്തെ വലിയ ലൈൻ നിങ്ങൾ നോക്കൂ, അങ്ങ് അറ്റം വരെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കുറേ നേരം കഴിഞ്ഞാണ് കഴിച്ചത്. അത്രയും തിരക്കായിരുന്നു. കണ്ടു, ഇങ്ങ് അറ്റം വരെ ഉണ്ട്. അപ്പം കൂട്ടുകാരെ ഇവിടെ അടുപ്പിൽ തീ പകരാനുള്ള സമയമായി കൂട്ടുകാരെ. അപ്പൊ അമ്മതാ പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുകയാണ് കൂട്ടുകാരെ. അടുത്ത് വലിയമ്മയും ഉണ്ട്. നമ്മളിരുന്ന സ്ഥലത്ത് ഭയങ്കര വെയിലായിരുന്നു കൂട്ടുകാരെ. അതുകൊണ്ടാണ് അമ്മയും വലിയമ്മയൊക്കെ ദാ ഇവിടെ കണ്ടോ കലയിൽ തോർത്തും കെട്ടിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പൊ വീഡിയോ എടുക്കുന്ന എന്നെ ആരെങ്കിലും കാണുന്നുണ്ടായിരുന്നോ കൂട്ടുകാരെ? അപ്പൊ കൂട്ടുകാരെ ഇവിടെ പുക നിറഞ്ഞോണ്ട് ഞങ്ങൾ കുട്ടികൾ അങ്ങോട്ട് മാറി നിൽക്കാന്ന് വിചാരിച്ചു. നിങ്ങളൊക്കെ പൊങ്കാല ഇടാൻ പോയായിരുന്നു കൂട്ടുകാരെ? അമ്മൂമ്മ പോയതിനു ശേഷം ഞങ്ങളും 2 വർഷം കഴിഞ്ഞാ പൊങ്കാല ഇടാൻ വരുന്നത്. പൊങ്കാല എല്ലാം റെഡി ആയി കഴിഞ്ഞു കൂട്ടുകാരെ. ഇനി നിവേദ്യത്തിനുള്ള സമയമായ മാത്രം മതി. അപ്പൊ അമ്മ ഉണ്ടാക്കിയ പൊങ്കാല, മണ്ടപ്പുറ്റ്, തിരളി, വലിയമ്മ ഉണ്ടാക്കിയ വെള്ളച്ചോറ്, പൊങ്കാല, വലിയമ്മ ഉണ്ടാക്കിയ പാൽപ്പായസം. അപ്പൊ നേദിക്കാൻ അടുത്തുള്ള അമ്പലത്തിൽ നിന്ന് പോറ്റി എത്തിയിട്ടുണ്ട് കൂട്ടുകാരെ. അപ്പൊ ഞങ്ങളുടെ പൊങ്കാല പോറ്റി നേദിക്കുകയാണ്. അപ്പൊ ഇന്നലെ പൊങ്കാലയ്ക്ക് പോയിട്ട് വന്നോണ്ട് ഭയങ്കര ഉറക്ക ക്ഷീണമായിരുന്നു കൂട്ടുകാരെ. അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പൊ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു. അപ്പൊ എല്ലാവർക്കും ബൈ.